ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഷെറീസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലുള്ള ഒരു മനോഹരമായൊരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇതിൻ്റെ പേര് കേച്ച്ക്ലോ എന്നാണ് കേട്ടോ. ഇത് മനോഹരമാണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഇലകൾ കണ്ടില്ല നിങ്ങൾ? എന്തൊരു ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാനെന്നോ. ഒരു പഴുത്ത ഇലയോ വാടിയ ഇലയോ ഇതിൽ കാണാനില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇലൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ് ഞാനിത്. അത്ര ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. എന്തൊരു പച്ചപ്പാണെന്നോ അത് കാണുമ്പോൾ. ഇതുമാതിരി ഉണ്ടാവും കേട്ടോ അത് പൂത്താൽ. പക്ഷെ എൻ്റെ ഇതുവരെ ഇങ്ങനെ പൂത്തിട്ടില്ല. പൂക്കൾ ഉണ്ടാവലുണ്ട്, പക്ഷെ ഇങ്ങനെ അത് ഇതുവരെ പൂത്തിട്ടില്ല. എന്ത് ഭംഗിയാലേ. 1.5 വർഷമായിട്ടോ അത് വാങ്ങി കുഴിച്ചിട്ടിട്ട്. അപ്പോൾ ഇത്ര വണ്ണം വെച്ചു. 1.5 വർഷം കഴിയണം എത്ര ഇതിന്മേൽ നല്ലോണം പൂവുണ്ടാവണമെങ്കിൽ. ഇലകൾക്ക് തന്നെ ഇങ്ങനെ ഭംഗിയാകുമ്പോൾ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇതിന് കേച്ച്ക്ലോ എന്ന് പേര് വരാൻ കാരണം ഇത് പൂച്ചൻ്റെ നഖം മാതിരിയാണ് കേട്ടോ. നമ്മളെ ശരീരത്തിലൊക്കെ വെച്ചാൽ ഇത് അള്ളി പിടിച്ച് ഇങ്ങനെ നമുക്കൊരു ചെറിയൊരു വേദന മാതിരി ഉണ്ടാവും. അതുകൊണ്ട് പാമ്പൊന്നും ഇതിൽ കയറൂല കേട്ടോ. അതൊന്നും ആരും ബേജാറാവണ്ട. ഇതെന്താ വെച്ചാൽ ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലും ഇത് വെട്ടി നിർത്താം. ഞാനൊരു 4 തൈ വാങ്ങിയതിന് കേട്ടോ. 2 ഞാനിത് ഈ ഗേറ്റുമ്മൽ കയറ്റി, പിന്നെ 2 ഞാൻ അപ്പുറത്ത് സ്റ്റാൻഡ് വെച്ചിട്ട് ഇതേമാതിരി പിടിപ്പിച്ചു. ഇത് വല്ലാതെ വണ്ണം വെച്ചിട്ടില്ല, എന്നാലും തിക്കായിട്ടുണ്ട്. മനോഹരമല്ലേ കാണാൻ. ഇത് നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ വെട്ടി നിർത്തണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഭംഗിയുള്ളത്. കുഴിച്ചിട്ട് അതിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാതെ നിന്നാൽ ഇതൊരു ഭംഗി ഉണ്ടാവില്ല. ഇത് നമ്മൾ വെട്ടി ഷേപ്പാക്കി നിർത്തുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി. പിന്നെ ഇതിൻ്റെ തൈയൊക്കെ പിടിപ്പിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇത് കമ്പ് വെട്ടിയിട്ട് നമ്മൾ മണ്ണിൽ വെച്ച് കൊടുത്താൽ ഇത് പിടിച്ചോളൂ. ഇത് പോവൊന്നുമില്ല. ഇതിനധികം വളം വേണ്ട കേട്ടോ. വളമൊക്കെ കുറച്ചിട്ടാൽ മതി. പിന്നെ 19 ഞാൻ ഇടയ്ക്കിടുമ്പോഴാണ് ഇതിപ്പോൾ പൂവൊക്കെ ഉണ്ടാവല്. പിന്നെ ഞാൻ അടുക്കളയിൽ നിന്നുള്ള പഴം ഇതൊക്കെ ഇട്ട് വെച്ച ആ വെള്ളവും ഞാൻ പാർന്നു കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കുരങ്ങന്മാരുണ്ട്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവരെ കൊണ്ട് ഈ നാട്ടിലുള്ളവരൊക്കെ ബുദ്ധിമുട്ടി. ഇത്രയുള്ള മക്കളെ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. താങ്ക് യു.